നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഗായത്രി സുധാകരൻ. വിൽപത്രത്തിൽ പറയുന്ന പ്രോപ്പർട്ടിയുടെ പോക്കുവരവിനെ സംബന്ധിച്ച് എന്നും ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒരുപാട് തർക്ക വിഷയങ്ങൾ, ഒരുപാട് കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരുപാട് കേസുകൾ പരിഗണിച്ചിട്ട് ഒരു കേസിന്മേൽ സുപ്രധാനമായ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ വിധിയിൽ 2024 പ്രഖ്യാപിച്ചത്. ആ വിധിയിൽ 12 നിർദ്ദേശങ്ങളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുന്നോട്ട് വെക്കുന്നത്. അതിൽ പ്രകാരമാണ് 2024 ആ വിധി വന്നതിന് ശേഷം ഇപ്പോൾ കേരളത്തില് നമ്മുടെ വിൽപത്രത്തിൽ പറയുന്ന പ്രോപ്പർട്ടിയുടെ പോക്കുവരവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമാണ് പാലിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു നിയമം അമെന്റ്മെന്റ് വരുന്നിടം വരെ, അതായത് ട്രാൻസ്ഫർ ഓഫ് രജിസ്റ്റർ റൂൾസ് 1966 വിൽപത്രത്തിൽ പറയുന്ന പ്രോപ്പർട്ടിയുടെ പോക്കുവരവിനെ പറ്റി മെൻഷൻ ചെയ്യുന്നില്ല. അതുകൊണ്ട് അത് അമെന്റ് ചെയ്ത് വരുന്നിടം വരെയും ഈ നിർദ്ദേശങ്ങൾ തന്നെയായിരിക്കും പാലിക്കുന്നത്. എന്തൊക്കെയാണ് 12 നിർദ്ദേശങ്ങൾ എന്ന് ചുരുക്കത്തിലൊന്ന് പറഞ്ഞു പോകാം. ഒന്ന്, അതിന് മുമ്പ് ഞാൻ പറയട്ടെ, എന്റെ വിൽപത്രത്തിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, നേരത്തെ ചെയ്ത വീഡിയോ ആണ്, ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതിലുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡൗട്ട് ഉള്ളവർക്ക് അത് നോക്കാം. ഒന്ന്, ആരാണോ വിൽപത്രം എഴുതി വെച്ചത് അവരെ ടെസ്റ്റേറ്റർ എന്നാണല്ലോ പറയുന്നത്. ടെസ്റ്റേറ്റർ മരിച്ചു പോയി കഴിയുമ്പോൾ ലെഗാറ്റി, അതിൽ പറയുന്ന ഒരാള്, ലീഗൽ, അതിനകത്ത് നിയമപരമായിട്ട് അവകാശം വിൽപത്രത്തിൽ എഴുതിയിട്ടുള്ള ആള് തീർച്ചയായും വില്ലേജ് ഓഫീസറിനെ അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥനെ സമീപിച്ചു ഈ പറയുന്ന പ്രോപ്പർട്ടി എനിക്ക് പോക്കുവരവ് ചെയ്ത് തരണം എന്ന് പറഞ്ഞിട്ട് സമീപിക്കുമല്ലോ. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കന്റ് എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കണം? വിൽപത്രത്തിന്റെ കോപ്പി, സർട്ടിഫൈഡ് കോപ്പി കൊടുക്കാൻ ശ്രദ്ധിക്കുക. സർട്ടിഫൈഡ് കോപ്പി വേണം. ഇപ്പോൾ വിൽപത്രത്തിന്റെ കോപ്പി, അതും സർട്ടിഫൈഡ് കോപ്പി. അതിനോടൊപ്പം ഡെത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് ദ ടെസ്റ്റേറ്റർ, അതായത് മരിച്ചയാളുടെ മരണ സർട്ടിഫിക്കറ്റ്. അതിന്റെ കൂടെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കണം, മസ്റ്റ് ആയിട്ട് കൊടുക്കണം. ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ലീഗൽ ഹെയർസിന്റെ നെയിം ആൻഡ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു അഫിഡവിറ്റ് ഹാജരാക്കണം. ഇത്രയും നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, വില്ലേജ് ഓഫീസറിന് ഇത് കിട്ടുകയാണ്, ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ നിയമപരമായിട്ടുള്ള അവകാശികളെ പറ്റി ഒരു എൻക്വയറി നടത്തിയിട്ട് ഈ നിയമപരമായിട്ടുള്ള അവകാശികൾക്കെല്ലാം ഒരു നോട്ടീസ് അയക്കും വില്ലേജ് ഓഫീസർ. അതായത് റവന്യൂ, ആരാണോ റവന്യൂ ഓഫീസർ, അവർ ഒരു നോട്ടീസ് അയക്കും. എനിക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, ഈ പറയുന്ന ആൾക്ക് ഞാൻ ഈ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി, അതായത് പോക്കുവരവിന്റെ അതർ നെയിമാണ് ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി അല്ലെങ്കിൽ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്, അത് ചെയ്തു കൊടുക്കാൻ പോവുകയാണ്. 30 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ പരാതിയുമായി വരണം, പരാതി ബോധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് അയക്കും. ഇനി മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരു നോട്ടീസ്, എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു നോട്ടീസ് കൺസേൺഡ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്ഥാപനത്തിൽ, താലൂക്ക് ഓഫീസ് ആണെങ്കിലും വില്ലേജ് ഓഫീസ് ആണെങ്കിലും കൺസേൺഡ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഫിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും, അതായത് 30 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഒരു പരാതി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ആ പരാതി, എന്തെങ്കിലും ഒരു പരാതി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് റവന്യൂ ഉദ്യോഗസ്ഥനെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടൊരു നോട്ടീസ് ആയിരിക്കും അവിടെ ഫിക്സ് ചെയ്യുന്നത്. നാലാമത്തെ കാര്യം, ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ചതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ ഒരു പരാതിയുമായി ആരും വരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുശേഷം ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി, അതായത് പോക്കുവരവ് ചെയ്തു കൊടുക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥന് സാധിക്കുന്നതാണ്. അഞ്ചാമത്തെ കാര്യം, ഇനി ലീഗൽ ഹെയർസ് എല്ലാവരും വരികയാണ്, 30 ദിവസത്തിനുള്ളിൽ ലീഗൽ ഹെയർസ് എല്ലാവരും വന്ന് നോ ഒബ്ജെക്ഷൻ എക്സ്പ്രസ് ചെയ്യാണ്, ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതി ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോക്കുവരവ് ചെയ്യാൻ സാധിക്കും. ആറാമത്തെ കാര്യം, ഇനി ലീഗൽ ഹെയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീഗൽ ഹെയർസ് ആണെങ്കിലും ഏതെങ്കിലും ഒരാളാണെങ്കിൽ പോലും പരാതി പറയുകയാണ്, ഞങ്ങൾക്ക് ഒബ്ജെക്ഷൻ ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥൻ ഈ കാര്യങ്ങൾ സിവിൽ കോടതിയിലേക്ക് റീലെഗേറ്റ് ചെയ്യും. ഇനി ഏഴാമത്തെ കാര്യം, ലീഗൽ ഹെയറിൽ ആരുമല്ല, എനി പേഴ്സൺ, ആർക്കെങ്കിലും ഒരു പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 30 ദിവസത്തിനുള്ളിൽ അറിയിക്കാവുന്നതാണ്. അങ്ങനെ ഒരു അപേക്ഷ 30 ദിവസത്തിനുള്ളിൽ ഒരു അപേക്ഷയല്ല, ഒബ്ജെക്ഷൻ അല്ലെങ്കിൽ പരാതി വരികയാണെന്നുണ്ടെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥൻ ഈ പരാതിയിന്മേൽ ഒരു സമ്മറി എൻക്വയറി നടത്തണം. അതിന്റെ മെറിറ്റ്സും ജെനുവിനെസ്സും ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിൽ കഴമ്പുണ്ട്, ഇതിൽ സാറ്റിസ്ഫൈഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ഇക്കാര്യം സിവിൽ കോടതിയിലേക്ക് റെഫർ ചെയ്യണം. പിന്നെ റവന്യൂ ഉദ്യോഗസ്ഥനല്ല തീരുമാനമെടുക്കേണ്ടത്, സിവിൽ കോടതിയാണ് തീരുമാനമെടുക്കേണ്ടത്. അതായത് ലീഗൽ ഹെയറിന് പരാതി ഉണ്ടെങ്കിലും പുറത്തുനിന്ന് ഒരാൾക്ക് പരാതി ഉണ്ടെങ്കിലും പിന്നെ തീരുമാനമെടുക്കേണ്ടത് സിവിൽ കോടതിയാണ്. ഇതാണ് 7 വരെയുള്ള കാര്യങ്ങൾ. ഇനി 8ാമത്തെ കാര്യം, ലീഗൽ ഹെയർ ആണെന്നുണ്ടെങ്കിലും മറ്റ് എനി അതർ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും സിവിൽ കോടതിയിലോട്ട് കാര്യങ്ങൾ റെഫർ ചെയ്തല്ലോ, അവിടെ ഒരു സിവിൽ സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സിവിൽ കേസ് കൊടുത്തു എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു ഡിക്ലറേഷൻ 3 മാസത്തിനുള്ളിൽ റവന്യൂ ഉദ്യോഗസ്ഥനെ അറിയിച്ചിരിക്കണം. 9ാമത്തെ കാര്യം, ഈ ഡിക്ലറേഷന്റെ കൂടെ, ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ സിവിൽ കേസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ളതിന്റെ ഒരു ഡോക്യുമെന്റ് കോപ്പി കൂടെ ഈ ഡിക്ലറേഷനിൽ കൊടുത്തിട്ട് റവന്യൂ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ കൺസേൺ ആയിട്ടുള്ള റവന്യൂ ഉദ്യോഗസ്ഥനെ അറിയിക്കണമല്ലോ. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഡിക്ലറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ സിവിൽ കേസ് തീർപ്പായി കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേറെ എന്ത് ആക്ഷനും എടുക്കാൻ സാധിക്കുകയുള്ളൂ.
10ാമത്തെ കാര്യം, ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 3 മാസത്തിനുള്ളിൽ, അതായത് ലീഗൽ ഹെയർ ആണെങ്കിലും എനി അതർ പേഴ്സൺ ആണെങ്കിലും സിവിൽ കോടതിയിലോട്ട് റെഫർ ചെയ്തു, പക്ഷെ കേസ് ഒന്നും 3 മാസത്തിനുള്ളിൽ അവർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അൺകണ്ടസ്റ്റഡ് ആ കേസായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് 3 മാസത്തിന് ശേഷം ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി വില്ലേജ് ഓഫീസർ, അതായത് പോക്കുവരവ് വില്ലേജ് ഓഫീസറിന് അല്ലെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥന് ചെയ്യാവുന്നതാണ്. 11ാമത്തെ കാര്യം, ഓൾറെഡി ഒരു സിവിൽ കേസ് ഉള്ള ഒരു പ്രോപ്പർട്ടിന്മേലാണ് ഇങ്ങനെ പോക്കുവരവ് ചെയ്യണമെന്നും പറഞ്ഞ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിച്ചിട്ട് അതിന്റെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്ന അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ അതിന്റെ വിധി വന്നതിന് ശേഷം മാത്രമേ എന്ത് ആക്ഷനും എടുക്കത്തുള്ളൂ. 12ാമത്തെ കാര്യം, ലീഗൽ ഹെയർസോ അല്ലെങ്കിൽ എനി അതർ പേഴ്സണോ ഒബ്ജക്ഷനുമായിട്ട് വരും എന്ന് പറഞ്ഞല്ലോ. ഒബ്ജക്ഷനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് സിവിൽ കോടതിയിലോട്ട് റെഫർ ചെയ്ത് വിടും എന്നും പറഞ്ഞു. ആ റെഫർ ചെയ്ത് വിടുന്നതിൽ മേലൊരു ഡിക്ലറേഷൻ കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ഡിക്ലറേഷനൊക്കെ കിട്ടിയതിന് ശേഷം പിന്നീട് ആ കാര്യം, അതായത് സിവിൽ കോടതിയിൽ കേസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്മേലുള്ള വിധി പ്രഖ്യാപിക്കുന്നതും ട്രാൻസ്ഫർ ഓഫ് രജിസ്റ്റർ നടക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നതും പരമാധികാരിയായ സിവിൽ കോടതിയാണ്, റവന്യൂ ഉദ്യോഗസ്ഥരല്ല. ആ കേസിന്റെ വിധി അനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ പോക്കുവരവ് ചെയ്യണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത്. ഇത്രയുമാണ് 12 നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. അതിനനുസരിച്ചിട്ടാണ് ഇപ്പോഴത്തെ വിൽപത്രത്തിന്റെ പറയുന്ന പ്രോപ്പർട്ടിയുടെ പോക്കുവരവ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ചെറിയ രീതിയിലൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.